പൊന്മുടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്ന ഇടങ്ങളാണ് ഇവിടേക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ വിതുര നിവാസികൾക്ക്. KTDCയുടെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് ഏരിയയ്ക്ക് എന്ന് പറയുന്നത് വളരെ ശുചിത്വം പാലിച്ചിട്ടുള്ള പൂക്കളൊക്കെ, ഒരുപാട് പൂക്കളൊക്കെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം മനോഹരമായ ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇഷ്ടംപോലെ തരത്തിലുള്ള പൂക്കളുണ്ട് ഇവിടെ, ഒക്കെ കളർഫുള്ളാണ്. അതാണ് ഈ പൊന്മുടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. KTDCയുടെ ഈ ഹോട്ടൽ, ഇത് റെസ്റ്റോറൻറ്റ്, ഇതിനകത്ത് മിക്കവാറും പല റൂമുകളിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പണ്ട് കാലത്തൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണിത്. പക്ഷെ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. 1979 ലോറി ബെക്കർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് രൂപകൽപ്പന ചെയ്ത ഇത്തരം ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ 1979 എന്ന് ഓർക്കണം. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഡിസൈൻ ചെയ്ത ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. ഇപ്പോൾ പണി കഴിപ്പിച്ച പൊന്മുടി ഗസ്റ്റ് ഹൗസിന്റെ രൂപവും കൂടി ഒന്ന് കാണുക. ലോറി ബക്കർ അന്ന് തീരുമാനിച്ചതാണോ ഇതാണോ നല്ല ഡിസൈൻ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. 6 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ചതാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം. 1979 മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ CH മുഹമ്മദ് കോയ ഈ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സീസണിൽ ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്, മഞ്ഞാണ്, അത് മൂടൽ മഞ്ഞ് വരെ ഇവിടെ വരും. അത്രയ്ക്ക് മനോഹരമായ രസമുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ബിൽഡിങ്ങിനകത്തൊക്കെ ഇരുന്ന് നമുക്ക് പുറത്തേക്ക് നോക്കാനൊക്കെ വളരെ നല്ല വ്യൂ ആണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആരും വരാറില്ല, വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നം, സർക്കാരിന് ഇതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷയം. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ എൻട്രി പാസ് ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രി പാസ് ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെ. അവിടെ നിന്ന് കിട്ടുന്ന പൈസ പൊന്മുടിക്ക് വേണ്ടിയെങ്കിലും ചെലവഴിക്കണം, അതുപോലെ ചെലവഴിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പർ സാനിറ്റോറിയം എന്ന് പറയുന്നത് ഏറ്റവും പൊക്കമുള്ള പ്രദേശമാണ് ഇത്. വളരെ മനോഹരമായ സ്ഥലമാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ധാരാളം മഞ്ഞൊക്കെ കൂടുന്ന സമയമാണ്. എല്ലാ സീസണിലും അല്ല, ഓരോ പ്രത്യേക സീസണുണ്ട്. ആ സീസണിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ നമുക്ക് അത്രത്തോളം മഞ്ഞ് ഇവിടെ ഉണ്ടാവും. ഉച്ച സമയമാണ് ഞാനിവിടെ എത്തിയത്. വളരെ നല്ല ഒരു പാറ കൂട്ടം കാണുന്നുണ്ട്. ഇതാണ് ബിരിയാണി, ടേക്ക് അവേ ഫുഡ്സിൻ്റെ ബിരിയാണി. അപ്പോൾ ഇവിടെയൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇവിടെ വന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് യാതൊരു കാരണവശാലും ഇവിടെ ഇടരുത്, നിർബന്ധമായും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ പൊന്മുടിയിലേക്ക് തിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെ അനിയണ്ണൻ കൂടെയുണ്ട്. അനിയണ്ണനെ അറിയാമല്ലേ, വ്യാപാരി വ്യവസായിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന അനിയൻ. അപ്പോൾ അനിയണ്ണനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അനിയണ്ണനും ഞാനും കൂടെയാണ് യാത്ര തുടങ്ങിയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു കഫറ്റേരിയ ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണ്. കാരണം നന്നാക്കാൻ ആരും മുതിരുന്നില്ല. അപ്പം ഒരുപാട് പ്രതിമകളൊക്കെ വെച്ചിട്ട് കുറച്ച് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഗാർഡനെല്ലാം ഇപ്പോൾ നശിച്ച് കിടക്കുകയാണ്. വെയിലിൻ്റെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ വനവിഭവ കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തേന് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. വലിയൊരു പാർക്കിംഗ് ഏരിയയാണ് ഇത്. ഈ സൺഡേസിലൊക്കെയാണ് ഇവിടെ ഫുള്ളാണ്. പ്രാഥമിക സൗകര്യത്തിനായിട്ട് ഇവിടെ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഓപ്പൺ എയറാണ് ശരണം.
സാനിറ്റോറിയത്തിൽ വന്ന് നിൽക്കാനൊക്കെ ഭയങ്കര സുഖമുണ്ട്. അപ്പർ സാനിറ്റോറിയത്തിലൊക്കെ വന്നിട്ട് ഇവിടെ കാറ്റൊക്കെ ആസ്വദിക്കാൻ നല്ല ഒരു തുറന്ന സ്ഥലമാണ്. പക്ഷേ വൈകുന്നേരങ്ങളിലായിരിക്കും ഇവിടേക്ക് വരുമ്പോൾ ഇരിക്കാനൊക്കെ നല്ല രസമായിട്ടുള്ള സമയം. ഭയങ്കര മഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയങ്ങളുണ്ട്. എന്തായാലും പൊന്മുടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഷാഫി വിതിര.